ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി. വീഡിയോ വേറെ ആയിരുന്നുമല്ല, നമ്മുടെ ഉണ്ണിസംഖ്യയുടെ വീഡിയോ ആണ്. ഉണ്ണിസംഖ്യ ചെയ്ത വീഡിയോയുടെ ഉള്ളടക്കം വേറൊന്നുമല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ ഇസ്ലാം മതത്തിലോട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ത്രീ. ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കണോ? കേട്ടുവോക്കല്ലേ, അല്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ വീഡിയോ നമുക്ക് 4 ഇരട്ടി സ്പീഡിൽ ഒന്ന് കണ്ടുനോക്കാം. എന്റെ സിറാജിനെ വിവാഹം കഴിക്കാനാണ് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് 14 വർഷത്തിന് മുൻപ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ട്. ഞാൻ ഒറ്റക്കായി. എന്നാൽ പോലും എനിക്കതിൽ ലെവലേശം സങ്കടമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മിഥ്യലോകത്തായിരുന്ന ഞാൻ ഒരു സത്യസന്ധമായ ലോകത്താണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ഇതാണ് ആ പെണ്ണുങ്ങൾ പറഞ്ഞത്. അതായത് ഇയാൾ പ്രേമിച്ചിരുന്ന സിറാജ് എന്ന് പറയുന്ന ഒരാളെ കെട്ടാൻ വേണ്ടി ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നെ പറഞ്ഞത് എന്തെന്നേനും മിഥ്യലോകത്ത് നിന്ന് സത്യലോകത്തോട്ട് വന്നിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ കാളിമേടയിലുള്ള ഉണ്ണിയേട്ടന് കുരുപൊട്ടി ഒലിച്ചത് മാത്രമല്ല, ആ ഒലിച്ചിട്ട് വരുന്ന ചോരയും ചലമൊക്കെ കൂട്ടിക്കുവച്ചൊരു വീഡിയോ ഉണ്ടാക്കി ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അത് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കണ്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കാളിമേടയിലുള്ള ഉണ്ണിസംഖ്യ ഈ ഒരു വീഡിയോ കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നോട് എനിക്ക് ചോദിക്കാനുള്ള നിന്റെ മനസ്സിൽ നിറച്ച് വർഗീയതാണല്ലോടാ. എങ്ങനെയെങ്കിലും വർഗീയത തുപ്പാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണോ വീഡിയോ ചെയ്യുന്നത്? എന്താ നീ പറഞ്ഞതെന്നൊക്കെ നീ തന്നെ കേട്ടിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ. ഓക്കെ, വലിച്ചു കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് ഉണ്ണിസംഖ്യേട്ടൻ എന്താ പറഞ്ഞതെന്ന് കേട്ട് മറുപടി കൊടുക്കാം. മതം മാറിയതാണ്. ഭർത്താവിനെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇവർ സ്നേഹിച്ച ആളെ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറിയതാണ്. ഇസ്ലാം മതം മാറിയതാണ്. സ്നേഹിച്ച ആളെ കെട്ടാൻ വേണ്ടി ഇസ്ലാം മതം സ്വീകരിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിയുടെ മുഖത്ത് വന്ന റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവന്റെ ഒക്കെ മനസ്സിലുള്ള വർഗീയത എത്രമാത്രമാണെന്ന് ആ വാക്കുകൾ പറഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയ റിയാക്ഷൻ മാത്രം മതി. അതായത് ഇസ്ലാം മതത്തിലോട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇവനിക്ക് പുച്ഛിക്കാനുള്ള ഒരു കാര്യമാണ്, അല്ലെ ഉണ്ണി? അതൊന്നും നമുക്ക് കുഴപ്പമില്ല. ഇസ്ലാം മതത്തിലോട്ട് പുതിയ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇത് എത്ര പേര് വിശ്വസിക്കും? അല്ലെ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. കാളിമേടയിലുള്ള ഉണ്ണി പറയാണ് ഇസ്ലാം മതത്തിലോട്ട് പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ഞാനൊന്നും എന്തായാലും വിശ്വസിക്കൂല. വിശ്വസിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാം? ഉണ്ണിയുടെ മനസ്സിലൊക്കെ അത്രയും വർഗീയതുണ്ട്. ഇവന്റെ ഓരോ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. മുസ്ലിംസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അതായത് പച്ചക്ക് വർഗീയത തുപ്പാൻ വേണ്ടി മാത്രം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് ഉണ്ണി. അങ്ങനെയുള്ള ഒരാൾ പറയാണ് ഇസ്ലാം മതത്തിലോട്ട് മറ്റുള്ള മതത്തിൽ നിന്ന് ആളുകൾ പോയാൽ കുഴപ്പമില്ലാന്ന്. ആരെങ്കിലും അത് വിശ്വസിക്കുമോ? മൊത്തമുള്ള കണ്ണീര് തുടച്ചിട്ട് പറ വർഗീയവാദി. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലോട്ട് വന്നപ്പോ എനിക്കെല്ലാമായി എന്റെ എല്ലാം ഹൃദയം നിറഞ്ഞു, ഭർത്താവ് പോയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ആ രീതിയിലോട്ട് താങ്കൾ വന്നു. ഉണ്ണി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇസ്ലാം മതത്തിലോട്ട് ഒരാൾ വന്നപ്പോൾ നീ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതേ സ്ഥാനത്ത് മുസ്ലിംസിൽ നിന്ന് എത്ര പേര് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ കെട്ടിയിട്ടുണ്ട്? അതിനെക്കുറിച്ചൊന്നും ഇവനിക്ക് സംസാരിക്കാനില്ല. ഏതെങ്കിലും ഒരാൾ ഇസ്ലാം മതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ 100 നാവാണ് ഇവന്. ഇതേപോലത്തെ ഒരു സംഖ്യ നിങ്ങളിപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടുണ്ടായില്ല. ഇത് ഉണ്ണിയേട്ടനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. മുസ്ലിം മതത്തിൽ നിന്ന് എത്ര പേര് ഹിന്ദു മതത്തിലോട്ട് പോയിട്ട് കല്യാണം കഴിച്ചിട്ട് അവരുടെ ഭർത്താവ് മരിച്ചിട്ട് അവിടെ തന്നെ ജീവിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. അതേ സ്ഥാനത്ത് ഏതെങ്കിലും ഒരാൾ ഇസ്ലാം മതത്തിലോട്ട് വന്ന് കല്യാണം കഴിച്ച് അവരുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഇസ്ലാം മതത്തിൽ തുടർന്ന് കഴിഞ്ഞാൽ കുഴപ്പം. എന്താ ഉണ്ണി നിനക്ക് പറ്റിയത്? നിന്റെ മതത്തിലും ഇതേപോലെ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ സംഭവങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. താങ്കൾക്ക് ഭർത്താവ് പോയാലും വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം അമ്മയും അച്ഛനെയും ജനിച്ച കുടുംബത്തെയൊക്കെ വിട്ട് താങ്കൾ ഒരാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി മതം മാറി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. എല്ലുണ്ണി, ഇതേ സംഭവം തന്നെ നിങ്ങളുടെ മതത്തിലോട്ട് വരുന്നുണ്ടല്ലോ. മുസ്ലിംസ് ആയിട്ടുള്ള സ്ത്രീകള് ഹിന്ദുക്കളെ പ്രേമിച്ചിട്ട് അവരുടെ കൂടെ ഒളിച്ചോടിയിട്ട് നിങ്ങളുടെ മതത്തിലോട്ട് വരുമ്പോൾ ഈ പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് മറ്റൊരു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലോട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഉൾക്കണ്ട, അവരുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എല്ലാത്തിനെ ഈക്വലായിട്ട് കാണാൻ പഠിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇസ്ലാം മതത്തിനോടുള്ള ഭയങ്കരമായിട്ടുള്ള വെറുപ്പും കൊണ്ട് അങ്ങനെയും പറയും. വീഡിയോ ചെയ്തോടുകൂടി എന്ത് മാഷാ അള്ളേ? എന്താ പറഞ്ഞ ഒന്നുകൂടി വെച്ചത്? മാഷാ അള്ള അല്ല, മാഷാ അള്ള ഒന്ന് പറഞ്ഞേ. പണ്ടാരോ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. ഈ ലാ എന്നുള്ള വാക്ക് സംഖ്യകൾക്കും ക്രിസംഖ്യകൾക്കും കിട്ടില്ല എന്ന്. അത് സത്യം തന്നെയാണ്. ഒരു യഥാർത്ഥ സംഖ്യക്ക് ഒരിക്കലും അള്ളാ എന്ന് പറയാൻ പറ്റൂല. അള്ള അല്ലേ, ലാ അല്ല അള്ളാ. അപ്പൊ അവരുടെ വേദന ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഒരുത്തന്റെ കൂടെ അല്ലെങ്കിൽ ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ നിങ്ങൾ ധൈര്യത്തോടെ ഇറങ്ങിപ്പോയി, അതും മതവും അടയാളവും വരെ മാറ്റി ജീവിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഉണ്ണി, ഈ മതം മാറാനുള്ള കാരണം എന്താ? ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാനുള്ള കാരണം എന്താ? മതം മാറാനുള്ള കാരണം എന്താ? മനസ്സിലുള്ള ഇഷ്ടമല്ലേ? അതേപോലെ തന്നെയാണ് ആ ഇഷ്ടമുള്ളത് കൊണ്ടാണ് മതം മാറിയിട്ട് കല്യാണം കഴിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്. ആ ഭർത്താവ് പോയി നിങ്ങൾക്ക് പ്രത്യേക സങ്കടം വരാൻ പോകും. അങ്ങനെ പറയരുത് ഉണ്ണിസംഖ്യേട്ട. കാരണം ജനിച്ചു വളർന്ന മതവും അതുപോലെ തന്നെ അച്ഛനെയും അമ്മയും ഒക്കെ വിട്ടെറിഞ്ഞ് ഒരാളുടെ കൂടെ ജീവിക്കാൻ പോയിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സങ്കടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. നിന്റെയൊക്കെ തലച്ചോറിനകത്ത് ചാണകമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. കാരണം മിഥ്യയായ ലോകത്തായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണോ എന്ന് ഞങ്ങൾ തിരിച്ചു ചോദിക്കേണ്ടി വരും. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതാണ് ശരി. അതായത് അവസാനം പറഞ്ഞ ആ വാക്കില്ലേ, അതൊന്നുകൂടി കേൾക്കാം. ഞങ്ങളൊക്കെ പൊട്ടന്മാരാണോ എന്ന് ഞങ്ങൾ തിരിച്ചു ചോദിക്കേണ്ടി വരും. തിരിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല. അതാണ് നിങ്ങൾ.
അങ്ങനെയുള്ള ഒരു വാക്ക് ഇവിടെ ഉച്ചരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഉച്ചരിക്കാത്തത്. അതിന്റെ കാരണം പറയുന്നില്ല, യൂട്യൂബ് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. മറ്റുള്ളവരെ വായരുന്ന ആൾക്കാരെ വല്ലാതെ നോട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് എന്റെ മറ്റേ ചാനൽ പൂട്ടിപ്പോയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉച്ചരിക്കാത്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉണ്ണിയേട്ടൻ പറഞ്ഞത് തന്നെയാണ് സത്യത്തിൽ ഉണ്ണിയേട്ടൻ. ഞങ്ങളൊക്കെ പൊട്ടന്മാരാണ്. എന്താണ് നിങ്ങൾക്ക് മിഥ്യയായിട്ട് തോന്നിയത് എന്നുള്ളത് തെളിയിച്ചു തരണം. മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുകഥയാണ്. അതായിരിക്കും മിഥ്യ എന്ന് ഉദ്ദേശിച്ചത്. മിഥ്യായ ലോകത്ത് നിന്ന് സത്യസന്ധമായിട്ടുള്ള ലോകത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് ഈ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഉണ്ണി ചോദിച്ചത്. കെട്ടുകഥയാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ മതമൊക്കെ കെട്ടുകഥയാണെന്നാണ് ഈ പെണ്ണുങ്ങൾ പറഞ്ഞത്. അതിലെത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അറിയാത്ത കാര്യം ഞാൻ പറയില്ല. ഈ പറയുന്ന പോലെ ഹിന്ദു മതത്തിൽ നിന്നും ഒന്നുമില്ലാതെ എന്താണ് നിങ്ങൾക്ക് മുസ്ലിം മതത്തിൽ പോയിട്ട് നിങ്ങൾക്ക് കിട്ടിയതെന്നും കൂടി നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ചോദിക്കാൻ പാടില്ല ഉണ്ണിയേട്ടാ. അതേപോലെ മുസ്ലിംസും ചോദിച്ചാലോ? മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലോട്ട് പോയ കുറെ ചാണകങ്ങളില്ലേ ഇവിടെ. അതായത് ജാമിദ, ആരിഫ്, ലിയാഖത്ത്, TP സുൽഫത്ത്, അവര് മാത്രമല്ല കുറെ പേര് മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലോട്ട് പോയിട്ടുണ്ട്. അവർക്ക് എന്താണ് കിട്ടിയതെന്ന് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അതുപോലെയല്ലേ നിങ്ങളിപ്പോ ചോദിച്ചത്? ആ ചോദ്യം മണ്ടൻ ചോദ്യമാണ്. ഒരു ഉണ്ടയും കിട്ടാനല്ല, ഒരു രൂപമെങ്കിലും ഇവിടെ ദൈവങ്ങൾക്ക് ഉണ്ടെന്ന് കൂട്ടിക്കുക. അവിടെ അതുപോലും ഇല്ല. അതായത് മുസ്ലിംസിന് ഒരു രൂപം പോലും ഇല്ല ആരാധിക്കാൻ എന്നാണ് പറയുന്നത്. ഹിന്ദുക്കൾക്ക് ഒരു രൂപമുണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ണി ഇനി അങ്ങനെ പറയാൻ പാടില്ല ഉണ്ണി. ഒരുപക്ഷെ ഇവരുടെ വിശ്വാസമാണെങ്കിലും ശരി. ഹിന്ദു മതത്തിൽ നിന്നിട്ട് കോടാനുകോടി ജനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ദൈവം മതി എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. തെറ്റല്ല. നല്ല ദൈവമാണെങ്കിൽ, നല്ല ശക്തിയുള്ള ദൈവമാണെങ്കിൽ ഒന്ന് മതി. ശക്തി കുറഞ്ഞ ദൈവമാണെങ്കിൽ കുറെ ആൾക്കാർ വേണ്ടി വരും. ശക്തിയുള്ള ആളാണെങ്കിൽ ഒരൊറ്റ ഒരാൾ മതി. അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. കോടാനുകോടി ജനങ്ങളെ നിയന്ത്രിക്കാൻ ഒരൊറ്റ ദൈവം മതി എന്നാണ് ഞാനൊക്കെ വിശ്വസിച്ചിട്ടുള്ളത്. മിഥ്യ ഏതാണ് സത്യം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. കെട്ടുകഥ ഏതാണ് സത്യം ഏതാണെന്ന് ഉണ്ണിയേട്ടൻ എനിക്ക് അറിയണ പോലെ നിങ്ങൾ രണ്ടും അറിയണ്ട. കാരണം നിങ്ങൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നില്ലേ, ആ മതത്തിന്റെ വിശ്വാസങ്ങളും കൊണ്ട് നിങ്ങൾ ജീവിക്കുക. മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവൃത്തി. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഇസ്ലാമിലേക്ക് വന്നത് ഞാൻ സന്തോഷപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. ഇസ്ലാമിലോട്ട് മറ്റൊരു മതക്കാരൻ വന്നു കഴിഞ്ഞാൽ ഉണ്ണിയേട്ടൻ എനിക്ക് സന്തോഷമാണ്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഇസ്ലാമിലോട്ട് വരണ്ട എന്നാണ് ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഉണ്ണിയേട്ടൻ ആ പറഞ്ഞ രണ്ട് വാക്കിലും മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ തന്നെ ഒന്നുകൂടി കേട്ട് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. തീർച്ചയായിട്ടും മനസ്സിലാവും. ആ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ വിശ്വസിച്ചിറങ്ങി വന്ന കുട്ടിയാണ്. പാതി വഴിയിലിട്ട് പോകരുത്. ഭർത്താവെ മരിച്ചിട്ടുള്ളൂ, ആങ്ങളമാർ ഒരുപാടുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കുക. ഓക്കെ, ഉണ്ണിയുടെ അഡ്വൈസിന് നന്ദി. മറ്റൊരു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലോട്ട് വന്നിട്ട് അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവരെ നോക്കാൻ ആരും ഉണ്ടായില്ല എന്നുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടല്ലോ ഉണ്ണി നിനക്ക്. ആ ഉത്കണ്ഠ വേണ്ട. കാരണം ഇവിടെയുള്ള മുസ്ലിംസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ പെണ്ണുങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇനി സഹായിക്കുകയും ചെയ്യും. ഉത്കണ്ഠ നിനക്ക് വേണ്ടട്ടാ. നിന്റെ മതത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാം മതത്തിലോട്ട് വന്നപ്പോൾ തന്നെ നിനക്ക് ഗുരുവട്ടി പൊലിച്ച് ഇതേപോലത്തെ ഓരോരോ വീഡിയോ കൊണ്ട് ദിവസം വരുന്നുണ്ട്. എന്റെ പേജിലൊന്ന് കയറി നോക്കിയാൽ മതി. വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇസ്ലാം മതത്തിനെ കുറ്റം പറയുന്നത്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ഇങ്ങനെ മനസ്സിൽ വർഗീയതയുള്ള ആളുകളെ കാണുമ്പോൾ അവരോട് പ്രതികരിക്കാൻ പോകരുത്. അവരോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവര് വളരെയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതികരിക്കാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരെന്തെങ്കിലും അവിടെ നിന്ന് ചലച്ചോട്ടെ, നമ്മളെ വഴി നോക്കി പോകാമെന്ന് വിചാരിച്ചാൽ മതി. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.